അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുരുവട്ടൂരികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നൊരു ജോലി അവർ ഏറ്റെടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു ക്ലിപ്പ് ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. പരിശുദ്ധമായ ദീനനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ജീവിക്കുന്ന ഏതൊരാൾക്കും എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ മഹത്തുക്കളായ മശായിഖന്മാരുണ്ടാകുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താണ് ഈ പറയുന്നത്? മശായിഖന്മാർ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ ഉണ്ടാകും എന്നാണ്. ഇത് ഒരു ചെറിയൊരു മൂല്യരുട്ടി പറയാണ്. അതായത് അള്ളാഹുവിന്റെ മശായിഖന്മാർ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്ത് എല്ലാ കാലത്തിലും ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ത്വരീഖത്തിന്റെ മശായിഖന്മാർക്ക് ഒരു പഞ്ചവുമില്ല എന്നാണ്. ഇനി എത്തിപ്പിടിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ നൗഷാദ് മൗലവി ഒന്ന് പറയട്ടെ. അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പുള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക, സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. എന്താ പറഞ്ഞത്? ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി പോകുമ്പോഴേക്കും നമ്മുടെ കാലം കഴിഞ്ഞു പോകുന്നു. അതായത് ഒരാൾ ത്വരീഖത്തിന്റെ ശൈഖിനെ തേടി പിടിച്ചു പോകാണ്. അങ്ങനെ ഒരാൾ തേടി പിടിച്ചു പോയാൽ അവനക്ക് കിട്ടൂലാന്ന്, അവന്റെ കാലം അങ്ങ് കഴിഞ്ഞു പോകുമെന്ന് ഉസ്താദ് പറയാണ്. ശിഷ്യൻ പറയുന്നതോ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കും എന്നുള്ളത്. ജീവിക്കുന്ന ഏതൊരാൾക്കും എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ മഹത്തുക്കളായ മശായിഖന്മാരുണ്ടാകുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. ഇതിലേതാണ് ശരി? കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ആദർശ മുന്നേറ്റം നടക്കുന്നത് എന്ന് നായികക്ക് 40 വട്ടം പറയുന്ന ഇവര് ഇതിലേതാണ് കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞത്? ഇനി അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. ഈ മുതഅല്ലിം എന്ന് പറയട്ടെ. ഒരു മുറബ്ബിയായ ശൈഖിനെ പിൻപറ്റിയിട്ടില്ല എങ്കിൽ ഫഹു ആസിൽ ലില്ലാഹി തആല വലിർ-റസൂൽ, അല്ലാഹുവിനോടും മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിരു പ്രവർത്തിച്ചവനാണ് അവൻ. എന്താ പറയുന്നത്? ഒരു മുറബ്ബിയായ ശൈഖിനെ ഒരാൾ പിന്തുടർന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോടും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് പ്രവർത്തിച്ചവനാണ് അവൻ. അതായത് യഥാർത്ഥത്തിൽ അവൻ മുസ്ലിം അല്ലാന്ന്. അള്ളാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എതിര് പ്രവർത്തിക്കുന്നവൻ എങ്ങനെ മുസ്ലിമാകും? എങ്ങനെ ഈമാനുള്ള വിശ്വാസിയാകും? അപ്പൊ അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല എന്നാണ് ഈ മുതഅല്ലിം പറയുന്നത്. എന്നാൽ നമ്മുടെ നൗഷാദ് പറയുന്നുണ്ട്, ശൈഖിന്റെ മർത്തബ എത്തിയ ആളാകണമെന്നില്ല, മഹാന്മാരെ പിൻപറ്റുക എന്നാൽ രക്ഷപ്പെടുന്നു. അതായത് ഒരു ശൈഖിന്റെ മർത്തബ എത്തിയ ആളാകണമെന്നൊന്നുമില്ല, മഹാന്മാരായ സ്വാലിഹീങ്ങളെ പിൻപറ്റുക, അവരെ കൂടെ ജീവിക്കുക, അവർ പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക, എന്നാൽ രക്ഷപ്പെടുമെന്ന് സാക്ഷാൽ നൗഷാദ് മൗലവി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കി നിങ്ങൾ. മഹാന്മാരെ പിടിച്ചോ, അത് ശൈഖിന്റെ മർത്തബയിലെത്തിയ വലിയനാവണം എന്നില്ല. അത് കേട്ടില്ല അല്ലെ? നൗഷാദ് എന്താ പറഞ്ഞത്? നിങ്ങൾ ശൈഖിന്റെ മർത്തബയിലെത്തിയ ആളെ പിന്തുടരണം എന്നില്ല, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ പിൻപറ്റിയാൽ മതി, എന്നാൽ തന്നെ രക്ഷപ്പെടും എന്നാ പറയുന്നത്. ഇനി അടുത്തൊരു ക്ലിപ്പ് ഈ മൂലയിരുട്ടിൻ്റെത് ഒന്ന് കേൾക്കി നിങ്ങൾ. മശായിഖന്മാരൊന്നും വേണ്ട, അതേസമയം കുറച്ച് കിതാബൊക്കെ പഠിച്ച ഞങ്ങൾ കുറച്ച് ഉസ്താദുമാരുണ്ട്, ഞങ്ങൾ കുറച്ച് മുസ്ലിയാക്കന്മാരുണ്ട്, ഞങ്ങളെ പിന്തുടർന്നാൽ തന്നെ വിജയിക്കാൻ കഴിയും എന്ന പിഴച്ച വാദം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ചില പണ്ഡിത വേഷധാരികളിൽ നിന്നുണ്ടായി. നമ്മുടെ ഉസ്താദുമാർ വളരെ പ്രാമാണികമായി ശക്തമായി അതിനെ ചോദ്യം ചെയ്തു. അതായത് ഇവിടെ പിഴച്ച ഒരുപാട് ത്വരീഖത്തുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ പറയല്ല, നമ്മുടെ നൗഷാദ് പറയട്ടെ. ത്വരീഖത്തിന്റെ പേരിൽ കള്ള ത്വരീഖത്തുകാര് വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു. 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവനും തട്ടിപ്പിന്റെ മേലിലാണ്. 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവനും തട്ടിപ്പിന്റെ മേലിലാണ്. എന്താ പറഞ്ഞ? 90%, 10, 20, 30 അല്ല, 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നത് തട്ടിപ്പിന്റെ പേരാണെന്ന് പറഞ്ഞത്. ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണെന്ന് പറയുന്നത്. ഇത് കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞതാ, അല്ലാതെ എന്റെ വക പറയല്ല. ഇത് നൗഷാദ് മൗലവി ആദർശ മുന്നേറ്റം എന്ന് പറയുന്ന പരിപാടിയിൽ പറഞ്ഞതാണ്. ഇത്രയും വ്യാജന്മാര് ഉണ്ടായപ്പോ നമ്മുടെ ഉലമാ പറഞ്ഞു സാധാരണക്കാരോട്, നിങ്ങൾ ഉലമാക്കളെ പിന്തുടരണം, നിങ്ങളെ പഠിപ്പിച്ച ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഈ ആലിമീങ്ങളെ നിങ്ങൾ പിൻപറ്റണം എന്ന് ഉലമാ പറഞ്ഞു. നിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മുസ്തഖീമായ വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉലമാ ഈ സാധാരണക്കാർ ഉപദേശിച്ചപ്പോ അത് പിഴച്ച വാദമാണ് എന്നാണ് ഈ മൂലരുട്ടി പറയുന്നത്. എന്നാൽ അതും നൗഷാദ് തന്നെ പറയട്ടെ,
എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരീഅത്തിന്റെ നിയമം നന്നായി പിടിക്കുക, ശൈഖിനെ തേടുക. ശൈഖിനെ കിട്ടിയില്ലെങ്കിൽ ബേജാറാകാതെ സ്വാലിഹീങ്ങളുടെ കൂടെ നിന്ന് നമ്മുടെ അമലിൽ കർശനമായിട്ട് നിലപാടെടുത്ത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഉലമാഇന്റെ പിന്നിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മുഅ്മിനായി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളങ്ങ് മാറിയാലോ. അതാണ് ഏറ്റവും വലിയ പവർ. അതായത് ഈ 90% വ്യാജന്മാര് നമ്മുടെ നാട്ടിൽ വലസുമ്പോ സാധാരണക്കാർക്ക് യഥാർത്ഥ മുറബിയായ ശേഖനെ എത്തിപ്പിടിക്കാൻ കഴിയൂല. അപ്പോൾ ഉലമാനെ പിന്തുടർന്നിട്ട് അവർ ജീവിക്കാണ്, ഉലമാ പറഞ്ഞത് കേട്ട് ജീവിക്കാണ്. അങ്ങനെ ഉലമാന്റെ പിന്നിൽ ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ നൗഷാദ് മൗലവി ആദർശ മുന്നേറ്റ പരിപാടിയിൽ പ്രസംഗിക്കുകയാണ്. ഉലമാഇന്റെ പിന്നിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മുഅ്മിനായി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളങ്ങ് മാറിയാലോ. അതാണ് ഏറ്റവും വലിയ പവർ. അടുത്തത്, നമ്മുടെ ഉലമാഇന്റെ പിന്നിൽ നമ്മൾ ജീവിക്കുമ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും. ഉലമാഇന്റെ പിന്നിൽ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ഉലമാഇന്റെ പിന്നിൽ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും. കാരണം 90% വ്യാജന്മാരാണ്, ജനങ്ങളെ ഈമാൻ പഴപ്പിക്കുന്നവരാണ്, പഴച്ചുപോയവരാണ്. അടുത്തൊരു ക്ലിപ്പും കൂടെ നിങ്ങൾ കേൾക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലത്ത് വളരെ പ്രയാസം. അതുകൊണ്ടാണ് സ്വലാത്തൊക്കെ ചൊല്ലി നല്ല നിലക്ക് ഉസ്താദുമാര് പറഞ്ഞേൽക്ക് ജീവിക്കാതെ എന്നിട്ട് ഒരു ശൈഖിനെ കിട്ടാൻ വേണ്ടി ദ്വാരിക്കാം. നല്ല ശൈഖ് ഉണ്ടാവാ നമ്മളറിയാതെ കിട്ടിയാലോ. ഇതിൽ ഒന്നാമതായി പറയുന്നത്, നമ്മളൊരു ശൈഖിനെ തേടിയിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞ് പോകുന്നു. അതായത് ഒരു ശൈഖിനെ നമുക്ക് കിട്ടൂല എന്നാ പറയുന്നത്. അത് ഞാൻ പറയാനല്ലോ, പക്ഷെ അത് പറയാണ്. കാലം കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു ശൈഖിനെ കിട്ടുന്നതിന്റെ മുമ്പ് മരിച്ചു പോകും, അവന്റെ കാലം കഴിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് അതെന്താണ്, ഈ കാലഘട്ടത്തിൽ ഈ കാലത്ത് ഒരു ശൈഖിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്താ പറയുന്നത്, വളരെ പ്രയാസമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദുമാർ പറഞ്ഞ നിലക്ക് ജീവിക്കുക. നല്ല നിലക്ക് ഉസ്താദുമാര് പറഞ്ഞ നിലക്ക് ജീവിക്കാതെ ഉസ്താദുമാർ പറഞ്ഞ നിലക്ക് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടുന്നു. നമുക്കതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പറയല്ലോ, ഒക്കെ നമ്മുടെ ആദർശ മുന്നേറ്റ പരിപാടി നമ്മൾ നൗഷാദ് മൗലവി പറഞ്ഞു വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഈ ആദർശ മുന്നേറ്റ പരിപാടി ഈ പറഞ്ഞതൊക്കെ നൗഷാദ് മൗലവി നിഷേധിക്കുമോ, നിഷേധിച്ചാലോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. ആ സംശയം നമുക്ക് ഈ ഒരു ക്ലിപ്പോട് കൂടി നമുക്ക് തീർക്കാം. എന്താണ്, അതായത് ആദർശ മുന്നേറ്റ പരിപാടികൾ നടത്തുന്നത്, അതിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ, ഈ പ്രഭാഷണം നടത്തുന്ന ആളുകൾ കിതാബുകൾ മുതാല ചെയ്തിട്ടോ അല്ലാതെ അവരുടെ വിശദീകരണങ്ങളൊന്നുമല്ല. കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ ഹദ്റത്തിൽ പോയിരുന്ന് അവർ കൊടുക്കുന്നതാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നതൊന്നും പഴക്കൂല. പ്രത്യേകിച്ച് ആദർശ മുന്നേറ്റ പരിപാടിയിൽ ഞങ്ങൾ പറയുന്നതൊന്നും പഴക്കൂല, ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരൂല എന്ന് നമ്മുടെ തൊഴിയൂർ മൗലവി ഒന്ന് പറയട്ടെ. അതും കൂടെ ആയാലും നമുക്ക് ഈ വിഷയം ഒന്ന് വഖഫിലെത്തിക്കാനായി. ആദർശ മുന്നേറ്റ വേദികൾ നമ്മൾ ഈ പറയുന്നത് നമ്മൾ കേവലം ഒരു മൈക്ക് മാത്രമാണ്. നമ്മൾക്ക് ഈ വിവരം, നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല, തന്നിഷ്ടമല്ല. മറിച്ച് അത് നമ്മളോട് പറയാൻ, നിർദ്ദേശിക്കാൻ അർഹതപ്പെട്ട അല്ലാഹുവുമായി ബന്ധമുള്ള, മുത്തുനബിയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മശായിഖന്മാർ അവരുടെ ഹദ്റത്തിൽ പോയിരുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതാണ് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പഴക്കൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കുക, മനസ്സിലാക്കുക, ഉലമാന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക. കാരണം 90% വ്യാജന്മാരാ. ആരാണ് വ്യാജനി എന്ന് തിരിയാത്ത കാലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാനുള്ളത്, ഉലമാക്കൾ പറയുന്നത് കേട്ട് അവരെ മനസ്സിലാക്കി അവരെ കൂടെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. ആരുടെയെങ്കിലും പിന്നാലെ പോയി ചാടി നിങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തരുത് എന്ന് നൗഷാദ് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. സഹോദരങ്ങളെ, ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലഘുവായി നമ്മൾ കണ്ടിട്ട് കണ്ടീന്റെ പിന്നിലൊക്കെ പോയി ചാടണ്ട.